വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് പഠിക്കുന്ന കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അതിന് മുമ്പായിട്ട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. മാരേജ് കഴിയുന്നതിന് മുമ്പും അതിനും ശേഷവും ആയിട്ടുള്ള ഒരാളുടെ പഠനരീതി പ്രത്യേകിച്ച് ഒരു പെൺകുട്ടിയുടെ ഒരു പഠനരീതി എങ്ങനെയാണെന്നുള്ളതാണ് ഞാൻ പറയാനായിട്ട് പോകുന്നത്. എൻ്റെ ഒരു റൊട്ടീനാണ്. ഒരു ഡെയിലി രാവിലെ എഴുന്നേറ്റ് കഴിയുമ്പോൾ എൻ്റെ ഒരു ഡെയിലി റൊട്ടീൻ, ഒരു PSC ആസ്പിറൻ്റ് ആയിട്ടുള്ള എൻ്റെ ഒരു ഡെയിലി റൊട്ടീനാണെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാനായിട്ട് പോകുന്നത്. അതിനു മുമ്പ് ഇന്നലെ വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, പറഞ്ഞ കാര്യങ്ങൾ എന്തിനാണ് പറയണമെന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, പറഞ്ഞ കാര്യങ്ങൾ തന്നെ എന്തിനാണ് വീണ്ടും വീണ്ടും പറയണമെന്നുള്ളത് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് പറയാനുള്ളൊരു കാര്യം, അതായത് എൻ്റെ എല്ലാ വീഡിയോസും എല്ലാവരും കാണുന്ന ആൾക്കാരല്ല. അപ്പോൾ ഓരോ തവണ ഓരോ വീഡിയോ ഇടുമ്പോഴും പുതിയ പുതിയ ആൾക്കാരാണ് അത് കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് എല്ലാ വീഡിയോസിൻ്റെ അടിയിലും കോമൺ ആയിട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഈ റാങ്ക് ഫയൽ ഏതാണ്, അതുപോലെ തന്നെ ഈ പ്രിൻ്റ് എടുത്ത് വെച്ചിരിക്കുന്നത് ഇത് എവിടെ നിന്നാണ്, ഇതെന്താണ്, എവിടെ നിന്നാണ് ഈ ക്വസ്റ്റ്യൻ പേപ്പർ, എങ്ങനെയാണ് ഇത് പ്രിൻ്റ് എടുക്കുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ എനിക്ക് കോമൺ ആയിട്ട് എനിക്കിങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു അപ്പോൾ അത് പറയാം. എല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ആർക്കെങ്കിലും യൂസ്ഫുൾ ആവുകയാണെങ്കിലോ, കാരണം ഞാൻ പറഞ്ഞതുപോലെ എല്ലാ വീഡിയോസും എല്ലാവരും കാണുന്നില്ല. അതായത് ഓരോ വീഡിയോസും ഓരോരുത്തർ പുതിയ പുതിയ ആൾക്കാരായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഈ കമൻറ്റ് വന്നിടുന്ന ആൾക്കാർ അവർ പുതിയ ആളുകളാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളിത് ഏതാണെന്നുള്ളത് അവർക്ക് പറഞ്ഞു കൊടുത്തേ പറ്റുള്ളൂ. കാരണം എൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത്, എൻ്റെ ഒരു ഇത് കാരണം ആർക്കെങ്കിലും ഒരാൾക്ക് ഉപകാരം ആവുന്നുണ്ടെങ്കിൽ ആവട്ടെ എന്നുള്ള രീതിയിലാണ് എൻ്റെ ഒരു ഇതെന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഓരോ തവണയും ഈ ബുക്സ് ഏതാണ്, ആരുടെയാണ്, അതുപോലെ ഇതെന്താണ്, സ്റ്റഡി മെറ്റീരിയൽസ് ഏതൊക്കെ ബുക്സാണ് റെഫർ ചെയ്യുന്നത്, ഇത് ഏതൊക്കെ ബുക്സാണ് എന്നുള്ള കാര്യങ്ങൾ ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത് കേട്ടോ. അല്ലാതെ നമ്മൾ വേറെ ഒന്നും കൊണ്ടല്ല, ആർക്കെങ്കിലും യൂസ്ഫുൾ ആവുകയാണെങ്കിൽ ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് അത് പറഞ്ഞുകൊണ്ട് ഇരിക്കുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഞാൻ രാവിലെ എന്ന് പറയുന്നത് ഒരു 8:30, 9 ആ ഒരു ടൈമിലാണ് കേട്ടോ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് പഠിക്കാനായിട്ട് തുടങ്ങുന്നത് രാവിലെ ഒരു 8:30 അല്ലെങ്കിൽ ഒരു 9 മണി ആ ഒരു സമയത്തായിട്ടാണ് പഠിക്കാനായിട്ട് തുടങ്ങുന്നത്. ഇതാണ് കേട്ടോ ഇപ്പോൾ ഫോളോ ചെയ്യുന്ന ഒരു ടൈം ടേബിൾ എന്ന് പറയുന്നത്. അതായത് രാവിലെ ഒരു 8:30 to 9:30 എന്ന് പറയുന്നത് കറണ്ട് അഫയേഴ്സ്, 9:30 to 10:30 പ്രീവിയസ് ക്വസ്റ്റ്യൻസ്, 10:30 to 11:30 മലയാളം, 11:30 to 12:30 ഇംഗ്ലീഷ്, 12:30 to 2 നമ്മുടെ ബ്രേക്കാണ്, അല്ലെങ്കിൽ ലഞ്ചിന് വേണ്ടിയിട്ടുള്ളൊരു ബ്രേക്കാണ്. അപ്പോൾ അടുത്തത് 2 to 4 എന്ന് പറയുന്നത് മാത്സ് ആണ്. അതുപോലെ 5 to, പിന്നെ നമ്മൾ 4 കഴിഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 1 hour ബ്രേക്ക് എടുക്കും കേട്ടോ. അത് കഴിഞ്ഞിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ 5 to 6 കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്, 6 to 7 കേരള ഭരണവും സംവിധാനങ്ങളും, 7 to 8 സുപ്രധാന നിയമങ്ങൾ, 8 to 8:30 എന്ന് പറയുന്നത് ഡിന്നർ ടൈമാണ്. പിന്നെ 8:30 to 10 എന്ന് പറയുന്നത് സയൻസ് ഓർ ഹിസ്റ്ററി. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒന്നും നോക്കാറുണ്ട്. 10 to 11 എന്ന് പറയുന്നത് അതർ ടോപ്പിക്സ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ റിവിഷൻ ആയിരിക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ ഇതിൽ ഇൻക്ലൂഡഡ് അല്ലാത്ത ഒരു ടോപ്പിക്ക് ആയിരിക്കാം. അപ്പോൾ ഇതാണ് ടൈം ടേബിൾ എന്ന് പറയുന്നത്. എല്ലാ ദിവസവും ഇത് ഫോളോ ചെയ്യാൻ പറ്റാറില്ല, പക്ഷെ എന്നാലും ഞാൻ ഈ ഒരു 4-5 ഞാൻ ഡെയിലി നോക്കാറുണ്ട്. അതായത് CA, അതുപോലെ കറണ്ട് അഫയേഴ്സ്, മലയാളം, ഇംഗ്ലീഷ്, മാത്സ്. ഇത് ഞാൻ ഒരു ഡേ നോക്കാനായിട്ട് ശ്രമിക്കാറുണ്ട്, എല്ലാ ദിവസവും നോക്കാനായിട്ട് ശ്രമിക്കാറുണ്ട്. പിന്നെ നമ്മുടെ PQ എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇതാണ് കേട്ടോ, നമ്മളുടെ ഈ ഇത് ഉണ്ടല്ലോ ക്വസ്റ്റ്യൻ പേപ്പർ. അപ്പോൾ ഇത് ഓൾമോസ്റ്റ് കംപ്ലീറ്റഡ് ആയി, അടുത്തത് പ്രിൻ്റ് എടുക്കണം. അപ്പോൾ അതാണ് ചെയ്യാനായിട്ട് ചെയ്യുന്നത് ഒരു 1 day എന്ന് പറയുന്നത്. ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു, ഇതാണ്ടോ ഇതുപോലെ ഇങ്ങനെ എഴുതി നമ്മൾ ഓരോന്ന് ചെയ്യുന്നതാണ് നമുക്ക് നല്ലത്. കാരണം ഇങ്ങനെ എഴുതി പഠിക്കുന്ന സമയത്ത് നമുക്ക് തെറ്റില്ല. അതാണ് കുറച്ചുകൂടെ ബെറ്റർ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ആദ്യം എഴുതുക. ആദ്യം നമ്മളിപ്പോൾ ഈ ഇതിൽ വന്നിരിക്കുന്നത് എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ തെറ്റുള്ളത് മാറ്റി എഴുതുന്ന ആ സംഭവമാണ്. അപ്പോൾ ഇത് ആദ്യം നമ്മളുടെ ഒരു അറിവ് വെച്ചിട്ട് എഴുതുക. എന്നിട്ട് കറക്റ്റായിട്ടുള്ള ബുക്ക് നോക്കിയിട്ട് തെറ്റുണ്ടെന്നുണ്ടെങ്കിൽ അത് മാത്രം 5 തവണ ഇമ്പോസിഷൻ എഴുതുക. അപ്പോൾ എനിക്കിതൊക്കെ തെറ്റിയതാണ്, അപ്പോൾ ഇതൊക്കെ 5 പ്രാവശ്യം ഉണ്ടോ, ഇതൊക്കെ തെറ്റിയതാണ്, അപ്പോൾ ഇതൊക്കെ 5 പ്രാവശ്യം ഇമ്പോസിഷൻ പോലെ എഴുതുക. അപ്പോൾ അങ്ങനെ ആവുന്ന സമയത്ത് നമുക്ക് പിന്നീട് അതൊരു തെറ്റില്ല എന്നാണ് എൻ്റെ ഒരു ഇത്. കാരണം എനിക്ക് പിന്നീട് അതൊന്നും തെറ്റിയിട്ടില്ല. അപ്പോൾ ഇതാണ് മലയാളം പഠിക്കാനുള്ളൊരു ഇത്. മലയാളം മാത്സും എഴുതി തന്നെ പഠിക്കുക. മാത്സ് ആണെങ്കിലും പറഞ്ഞു പഠിക്കാതിരിക്കുക, എഴുതി പഠിക്കുക. മലയാളം ആണെങ്കിലും ഇതുപോലുള്ളത് എഴുതി പഠിക്കാനാണ് ഞാൻ പറയുന്നത്. പറഞ്ഞതുപോലെ തന്നെ ഒരു 8:30 എന്ന് പറയുമ്പോൾ ഞാനൊരു 6 o'clock ഒക്കെ എണീക്കും കേട്ടോ. എണീച്ച് കഴിഞ്ഞാൽ ഞാൻ വീട്ടിലെ കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ നോക്കും. പിന്നെ 8:30ക്കാണ് പഠിക്കാനായിട്ട് ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ വീട്ടിലെ പോലെ അങ്ങനെ നമുക്ക് അത്ര ഫ്രീ ആയിട്ട്, എല്ലാവരും സപ്പോർട്ടീവ് ആണ്, പക്ഷെ എന്നാൽ കൂടി നമുക്ക് അങ്ങനെ അത്രയും ഫ്രീ ആയിട്ടിരുന്ന് പഠിക്കാനുള്ളൊരു ഇത് നമുക്കില്ലല്ലോ. അപ്പോൾ ഞാൻ വീട്ടിലത്തെ കാര്യങ്ങൾ കഴിഞ്ഞിട്ടാണ് ഞാൻ 8:30, 9:30ക്ക് ഞാൻ ഇരിക്കുന്നത്. ഇതിൻ്റെ ഇടയിലൊക്കെ ഞാൻ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. കുറച്ച് 10 മിനിറ്റ് റെസ്റ്റ് എടുക്കും, അല്ലെങ്കിൽ വീട്ടിൽ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അത് ചെയ്യും, എന്തെങ്കിലും കുക്കിംഗ്
കാര്യങ്ങളുണ്ടെങ്കിൽ അത് ചെയ്യും. അപ്പോൾ ഈ ഈവനിങ് എന്ന് പറയുന്നത് ഈ 4 to 5 എന്നൊക്കെ പറയുന്നത് ഒരു കുക്കിങ്ങിൻ്റെ ആ ഒരു ടൈമൊക്കെ തന്നെയാണ്. പിന്നെ ഈവനിങ് ആണെങ്കിലും ഇതിലൊക്കെ ടൈമിൽ വേരിയേഷൻ വരും കേട്ടോ. ഞാൻ ഇതേ ടൈം തന്നെയല്ല ഫോളോ ചെയ്യുന്നത്. ചിലപ്പോൾ മുന്നോട്ടാവും, ചിലപ്പോൾ പിന്നോട്ടാവും, ചിലപ്പോൾ ഇതിൽ മാറ്റം വരും. ചിലപ്പോൾ ഈ 4 to 5 എന്നുള്ളത് മാറിയിട്ട് ചിലപ്പോൾ അവിടെ 7 to 8 എന്നാവും. അപ്പോൾ അങ്ങനെ കുറേ വേരിയേഷൻസും കാര്യങ്ങളും വരും. ഓക്കെ, അപ്പം നമ്മൾ എന്തൊക്കെ ആണെങ്കിലും നമ്മൾ സ്ട്രഗിൾ ചെയ്തിട്ട് തന്നെയാണ് ഓരോരുത്തരും പഠിക്കുന്നതല്ലേ. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ രീതിയിലുള്ള സ്ട്രഗ്ലിംഗ് ആണ്. ഇപ്പോൾ ഒരു മാരീഡ് ആയിട്ടുള്ള ആൾക്കാരെന്ന് പറയുമ്പോൾ എനിക്കിപ്പോൾ വലിയ പ്രശ്നങ്ങൾ തോന്നിയിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം എല്ലാവരും സപ്പോർട്ടീവാണ്. വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല, വലുതായിട്ട് ഇതൊന്നുമില്ല. പക്ഷെ നമുക്ക് നാളെ പ്രത്യേകിച്ച് ഗേൾസിനൊക്കെ എന്ന് പറയുമ്പോൾ ഒരു കുഞ്ഞൊക്കെ ആയി കഴിയുന്ന സമയത്താണ് നമ്മൾ യഥാർത്ഥമായിട്ട് ബുദ്ധിമുട്ട് എന്താണെന്ന് അറിയാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിന് മുമ്പൊക്കെ ഒരു ജോബ് വേണം എന്നുള്ളൊരു ആഗ്രഹമുള്ള ഒരാളാണ് ഞാൻ. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും ഹാർഡ് വർക്ക് ചെയ്ത് പഠിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള ടൈം ടേബിളാണ്. അപ്പോൾ ടൈം ടേബിൾ ഇട്ട സമയത്ത് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു 12 അവേഴ്സൊക്കെ പഠിക്കാൻ പറ്റുമോ, അതൊക്കെ പോസിബിൾ ആയിട്ടുള്ള കാര്യമാണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. എനിക്കിപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ ടൈമുണ്ട്. ഞാൻ വേറെ വർക്ക് ചെയ്യുന്ന ഒരാളല്ല. ഞാനിപ്പോൾ വീട്ടിൽ വെറുതെ ഇരിക്കുന്ന ഒരാളാണ്. അപ്പോൾ കല്യാണം കഴിഞ്ഞൊരു 11 മന്ത്സും കാര്യങ്ങളായിട്ടേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വർക്ക് ചെയ്യുന്ന ഒരാളല്ല. അപ്പോൾ വീട്ടിലിപ്പോൾ വെറുതെ ഇരിക്കുന്നതുകൊണ്ട് എനിക്ക് ചെയ്യാൻ ഒരു വേറെ ഒരു കാര്യമൊന്നുമില്ല. അപ്പോൾ ഉള്ള ടൈം പഠിക്കുക, നോട്ട്സ് എഴുതുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ യൂട്യൂബ് എന്ന് പറയുന്നത് അതിന് വേണ്ടി തന്നെ തുടങ്ങിയതാണ് കേട്ടോ. കാരണം നമ്മൾ പറയുന്ന കാര്യങ്ങൾ ആരെങ്കിലും ഒരാൾക്ക് ഉപകാരപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അത് വലിയൊരു കാര്യമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ യൂട്യൂബ് തുടങ്ങിയിട്ടുള്ളത് തന്നെ. ഓക്കെ കേട്ടോ, ഇപ്പോഴത്തെ ബുക്സ് എന്ന് പറയുന്നത് ഇപ്പോൾ കറൻ്റ്ലി ഇപ്പോൾ ഇതൊന്ന് തീർക്കാം എന്നിട്ട് അടുത്ത സെക്ഷനിലോട്ട് കയറാം എന്നുള്ള വിചാരിച്ചിട്ടിരിക്കുകയാണ്. എല്ലാത്തിലും പറയും പോലെ നമ്മുടെ PYQൻ്റെ അതുപോലെ തന്നെ ഡിഗ്രിയുടെ LDCയുടെ ഒരു 10th ലെവലിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ, പിന്നെ നോട്ട്സും കാര്യങ്ങളൊക്കെ അവിടെ വേറെ ഉണ്ട് കേട്ടോ. നോട്ട്സ് എഴുതി തന്നെയാണ് പഠിക്കുന്നത്. കൂടുതലും നോട്ട്സ്, അതായത് ഇതിലൊന്നും ഇല്ലാത്ത സംഭവങ്ങൾ നോട്ട്സ് എഴുതിയിട്ടാണ് പഠിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ നോട്ട്സ് ഒരുപാടുണ്ട്. എല്ലാത്തിനും ഞാൻ സെപ്പറേറ്റ് ആയിട്ട് നോട്ട് ഞാൻ വെച്ചിട്ടുണ്ട്. മലയാളം, ഇംഗ്ലീഷ്, മാത്സ് അങ്ങനെ എല്ലാത്തിനും, സുപ്രധാന നിയമങ്ങൾ, കോൺസ്റ്റിറ്റ്യൂഷൻ, എല്ലാത്തിനും നോട്ട്സ് സെപ്പറേറ്റ് ആയിട്ട് തന്നെ വെച്ചിട്ടുണ്ട്. ഓക്കെ, അല്ലാതെ ഫുൾ റാങ്ക് ഫയൽ മാത്രം നോക്കിയിട്ടല്ല പഠിക്കുന്നത്. വേറെ കുറച്ച് ആൾക്കാർ ചോദിച്ചു റാങ്ക് ഫയൽ മേടിക്കണമെന്ന് നിർബന്ധമുണ്ടോ, അതാണോ വേണ്ടതെന്നൊക്കെ ചോദിച്ചു. ഞാൻ പറയുന്നത് ഒരിക്കലും അല്ല. റാങ്ക് ഫയൽ എന്ന് പറയുന്നത് ഞാൻ എപ്പോഴും പറയുന്നത് അതൊരു ബേസിക്കാണ്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം മേടിച്ചാൽ മതി. അല്ലെങ്കിൽ SCERT, NCERT, യൂട്യൂബ്, ടെലിഗ്രാം പോലുള്ള സംഭവങ്ങളും പ്രീവിയസ് ക്വസ്റ്റ്യൻസും തന്നെ ധാരാളമാണ്. പഠിക്കാനുള്ള മനസ്സുണ്ടെങ്കിൽ നമ്മൾ എവിടെ നിന്നാണെങ്കിലും നമ്മൾ അത് കണ്ടുപിടിക്കും. ഓക്കെ, അപ്പോൾ അതുപോലെ ഈ റാങ്ക് ഫയൽ കാര്യങ്ങളെന്ന് പറയുന്നത് നമ്മൾ നോട്ട്സ് ഇത് മേടിച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ നോട്ട്സ് ഒരുപാട് എഴുതേണ്ടി വരും. അപ്പോൾ അത്രയും നമുക്ക് ടൈം പോകുമല്ലേ. അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് ഒരു റാങ്ക് ഫയൽ നിങ്ങളുടെ കയ്യിൽ വേണം എന്നുള്ളത് ഞാൻ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒരു റാങ്ക് ഫയൽ ഉണ്ടെങ്കിൽ എന്തുകൊണ്ടും നല്ലത് തന്നെയാണ്. അതുപോലെ ഇല്ലാത്ത കാര്യങ്ങൾ എഴുതി പഠിക്കുന്നതും എല്ലാം എഴുതി പഠിക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പം നമ്മൾ ഒരു റാങ്ക് ഫയൽ മേടിക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. പക്ഷെ ഞാൻ എല്ലാവരുടെ അടുത്തും പറയില്ല. ഓക്കെ, ആവശ്യമുള്ളവർ മാത്രം മേടിച്ചാൽ മതി, നല്ലതാണ്. ഒരു ബേസിക് ആയിട്ടുള്ള ഒരു സംഭവം, നമുക്കൊരു ബേസാണത്. ഓക്കെ, അത് മാത്രം നോക്കിയാൽ മതി. ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞതുപോലെ നിങ്ങളുടെ ടൈം നിങ്ങൾ തന്നെ തീരുമാനിക്കണം കേട്ടോ. അതായത് ഞാൻ പറയുന്നത് ചിലവർക്ക് രാവിലെ ആയിരിക്കാം, ചിലവർക്ക് വൈകുന്നേരം ആയിരിക്കാം, ചിലവർക്ക് നൈറ്റ് ഇരുന്ന് പഠിക്കുന്നതായിരിക്കാം. അപ്പോൾ ഓരോരുത്തർക്കും ടൈം എന്ന് പറയുന്നത് ഓരോ രീതിയിലാണ്. അതായത് കിട്ടുന്ന സമയം ഓക്കെ, അതല്ലാതെ നമ്മൾക്ക് മനസ്സിലാവുന്ന ഒരു സമയം എന്ന് പറയുന്നത് ഓരോരുത്തർക്കും വ്യത്യസ്തമാണ്. എനിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഈവനിങ് ടൈമാണ് എനിക്ക് പറ്റിയൊരു ടൈം എന്ന് പറയുന്നത്. ഞാൻ അങ്ങനെ രാവിലെ നേരത്തെ എഴുന്നേറ്റ് പഠിക്കുന്ന ആളോ അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവുന്ന ഒരാളോ അല്ല. അപ്പോൾ നിങ്ങൾ പഠിക്കാനിരിക്കുന്ന സമയത്ത് നിങ്ങളുടെ ടൈം ഏതാണെന്നുള്ളത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. നിങ്ങൾക്ക് എപ്പോൾ ഇരുന്ന് പഠിച്ചാലാണ് നിങ്ങൾക്ക് മനസ്സിലാവുക. അങ്ങനെയുള്ള കാര്യങ്ങൾ ആദ്യം നിങ്ങൾ റിയലൈസ് ചെയ്യുക. അത് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങളൊരു ടൈം ടേബിൾ ഉണ്ടാക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടായിരിക്കണം നിങ്ങളൊരു ടൈം ടേബിൾ ഉണ്ടാക്കേണ്ടത്. നിങ്ങൾക്കേ അറിയാവൂ നിങ്ങൾക്ക് ഏത് സമയമാണ് ഫ്രീ, എപ്പോഴാണ് ടൈം കിട്ടുന്നത്, അല്ലെങ്കിൽ എപ്പോൾ പഠിച്ചാലാണ് മനസ്സിലാവുന്നത് എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മാത്രമേ അറിയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ടൈം നിങ്ങൾ തന്നെ തീരുമാനിക്കുക. എന്നിട്ട് വേണം ഒരു ടൈം ടേബിൾ ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ CA, മലയാളം, മാത്സ്, ഇംഗ്ലീഷ് ഈ 4 എന്തായാലും നിങ്ങളുടെ ഡെയിലി ടൈം ടേബിളിൽ ഒരു ഡെയിലി ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു ഒരു ടൈം ടേബിൾ ആക്കിയിട്ട് അത് എടുക്കുക. ഈ 4 അതിൽ ഇൻക്ലൂഡഡ് ആയിരിക്കണം. ഓക്കെ, അല്ലാതെ ഈ CA ഒക്കെ പഠിക്കാനൊക്കെ കുറേ പേർക്ക് ബുദ്ധിമുട്ടാണ്, ഈ മനസ്സിലാവുന്നില്ല എന്നൊക്കെ ഉള്ളതാണ്. എനിക്കും സെയിം പ്രോബ്ലം ഉണ്ട്. CA പഠിക്കുന്ന സമയത്ത് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുണ്ട്. കാരണം എല്ലാം ഒന്നും മനസ്സിലാവാറില്ല. കാരണം കറണ്ട് അഫയേഴ്സ് ആണ്, നമുക്ക് ബോറാണ്, ഭയങ്കര ബോറിംഗ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. അപ്പോൾ അത് കുഴപ്പമില്ല, നമ്മളത് വായിച്ച് നമുക്കത് ഓക്കെ ആവും, അത് പ്രശ്നമില്ല. അപ്പോൾ അത് നോക്കുക. അതുപോലെ തന്നെയാണ് മലയാളം, മാത്സ്, ഇംഗ്ലീഷ്. എനിക്ക് ഇപ്പോഴും മനസ്സിലാവാത്തൊരു കാര്യം, മലയാളത്തിനെയൊക്കെ എന്തിനാണ് ഇത്ര പേടിക്കുന്നതെന്നാണ്. ഒരുപാട് കമൻസ് കണ്ടു, മലയാളം എങ്ങനെയാണ് പഠിക്കുക, മലയാളം മനസ്സിലാവുന്നില്ല, മലയാളത്തിൻ്റെ ഈ വൊക്കാബുലറിയും കാര്യങ്ങൾ എങ്ങനെയാണ് ഓർമ്മ നിൽക്കുന്നത്, ഓർമ്മ നിൽക്കുന്നില്ല. നമുക്ക് എൻ്റെ അടുത്ത് പറയുകയാണെങ്കിൽ PSCയിൽ നമുക്ക് ചെറിയൊരു എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ 10 മാർക്കും സ്കോർ ചെയ്യാൻ പറ്റുന്നൊരു ടോപ്പിക്കാണ് മലയാളം. ഓക്കെ, അത് പേടിക്കാതെ നിന്ന് കഴിഞ്ഞാൽ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും അത് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ മലയാളം എന്ന് പറയുന്നത് എഫേർട്ട് ഇട്ട് തന്നെ പഠിക്കുക. ഓക്കെ, ഡെയിലി ഒരു 1 hour വെച്ച് നിങ്ങൾ പഠിച്ചു നോക്കുക. ഒരു ടോപ്പിക്ക്
ഒരു 3 ഡേയ്സ് 4 ഡേയ്സ് കൊണ്ട് തീർത്താൽ മതി ഒരു ടോപ്പിക് എന്ന് പറയുന്ന സമയത്ത്. പിന്നീട് അത് റിവിഷൻ ചെയ്യുക, അതിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് മോക്ക് ടെസ്റ്റ് കാര്യങ്ങളൊക്കെ ചെയ്യുക. അങ്ങനെ ആവുന്ന സമയത്ത് അത് അങ്ങ് പൊക്കോളും. ഓക്കെ, അപ്പോൾ മലയാളത്തിന് ഇത്ര പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഓക്കെ, അതുപോലെ തന്നെയാണ് ഇംഗ്ലീഷും വർക്ക് ചെയ്യുക. ഓക്കെ, എഴുതി പഠിച്ചും വർക്ക് ചെയ്യുക. അതുപോലെ തന്നെ മാത്സും ട്രിക്ടൺ ക്ലാസ് കാണുക, നല്ലതാണ്. ക്ലാസ് ജെറിൻ സാറിൻ്റെ ക്ലാസ് നല്ലതാണ്, അത് കാണുക. ഓക്കെ, ടെലിഗ്രാമിൽ ഒരുപാട് ചാനൽസ് ഉണ്ട്, അത് കാണുക. ഓക്കെ, എല്ലാം അടിപൊളിയാണ്. ഓക്കെ, ഇത് ടാലൻറ്റിന് തന്നെ ഞാൻ മേടിച്ചിട്ടുള്ള വേറൊരു ഇംഗ്ലീഷിൻ്റെ ഒരു ബുക്കാണ് കേട്ടോ. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടില്ല എന്ന് തോന്നുന്നു. ഓക്കെ, അപ്പോൾ ഇതും അത്യാവശ്യം ഇതുണ്ടോ, നമുക്ക് നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നന്നായിട്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എക്സസൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരുപാട് കൊടുത്തിട്ടുണ്ട്. എക്സസൈസിൻ്റെ നമ്മുടെ ഒരുപാട് ക്വസ്റ്റ്യൻസ് പ്രീവിയസ് ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് അത്യാവശ്യം ഞാനിത് പഠിച്ച് കംപ്ലീറ്റ് ചെയ്താണെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പോൾ ഇതും നല്ലൊരു ബുക്കാണ്. മലയാളത്തിലേക്കാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇംഗ്ലീഷ് വായിച്ചിട്ട് മനസ്സിലാവുന്നില്ല എന്നുള്ളവർക്ക് മലയാളത്തിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ മലയാളത്തിലും നമുക്ക് പഠിക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഇതാണ് ഇംഗ്ലീഷിൻ്റെ. ഞാനിത് നോക്കാറുണ്ട് കേട്ടോ. ഇംഗ്ലീഷ് എനിക്ക് കുറച്ച് കഷ്ടമാണ്. കഷ്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ മനസ്സിലാവാനുള്ള ചില ഗ്രാമറിൻ്റെ പോർഷൻസ് വരുമ്പോൾ ചിലപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ ഞാൻ എന്നാലും പഠിച്ചെടുക്കുന്നുണ്ട്. ഓക്കെ, അതങ്ങനെ കിട്ടുന്നില്ല എന്ന് വെച്ചിട്ട് അത് വിടുന്നില്ല, പഠിച്ചെടുക്കുന്നുണ്ട്. പിന്നെ ഇതൊക്കെ പ്രിൻ്റ് എടുത്തത് തന്നെയാണ് കേട്ടോ. നമ്മൾ അതിൻ്റെ കൂടെ കെട്ടിയിട്ടില്ല എന്നേ ഉള്ളൂ. ഇതൊക്കെ പ്രിൻ്റ് എടുത്ത് എന്തൊക്കെ ലേറ്റസ്റ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെയാണ്. ലേറ്റസ്റ്റ് മീൻസ് 2023 കേട്ടോ, ഇതല്ല. ഓക്കെ, അപ്പോൾ ഇതാണ് സ്റ്റഡി മെറ്റീരിയൽസ് എന്ന് പറയുന്നത്. ഇത്രയുണ്ട്. പിന്നെ കുറേ നോട്ട്സ് ഉണ്ട്, അതൊക്കെ തന്നെയാണ് ഇപ്പോൾ വെച്ച് പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഒരു ഡെയിലി ടൈം ടേബിൾ. ഡെയിലി പോകുന്നത് ഇങ്ങനെയാണ്. രാവിലെ ഒരു 8:30 ടു വൈകുന്നേരം ഒരു 11 വരെയാണ് പഠനം എന്ന് പറയുന്നത്. ഇടയിൽ ബ്രേക്കുകൾ ഉണ്ടാവും, അങ്ങോട്ടും ഇങ്ങോട്ടും സബ്ജക്റ്റ് മാറും. അപ്പോൾ നമ്മുടെ ഒരു ടൈം, ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ ഒരു സമയം നമ്മൾ കണ്ടെത്തുക, നമ്മൾ പഠിക്കുക. ഓക്കെ, അപ്പോൾ നമ്മളെപ്പോലെ മാരീഡ് ആയിട്ടുള്ള വുമൻസ് എന്ന് പറയുന്ന സമയത്ത് ബുദ്ധിമുട്ടുകൾ നമുക്കുണ്ടാവും. പക്ഷെ എന്നാലും അതിന്ന് സമയം കണ്ടെത്തിയിട്ട് പഠിക്കാനായിട്ട് നോക്കുക. ഓക്കെ, പോകുന്തോറും പറയുന്നത് പോലെ കോമ്പറ്റേറ്റീവ് എക്സാമാണ്, വയസ്സ് കൂടും, ഒരു ടൈമിൽ ഇത് പറ്റില്ല എന്ന് പറയും. അപ്പോൾ അത് നിർത്തിയിട്ട് പോകേണ്ട ഒരു അവസ്ഥ വരാതിരിക്കട്ടെ, അതിനുള്ളിൽ എന്തെങ്കിലും എത്തിച്ചേരാനായിട്ട് പറ്റട്ടെ. ഓക്കെ, എല്ലാവരും നന്നായിട്ട് വർക്ക് ചെയ്യുക. ഓക്കെ, നമുക്ക് എന്തായാലും ഒരു ദിവസം കിട്ടും. നമ്മളെപ്പോലുള്ളവർ തന്നെയാണ് PSC എഴുതുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു ഇതിൽ നന്നായിട്ട് പഠിക്കുക.